നമ്മുടെ രാജ്യം ഒരു വലിയ തിരഞ്ഞെടുപ്പിൻ്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കുറേ കോലാഹലങ്ങൾ, പ്രചാരണങ്ങൾ, മാനിഫെസ്റ്റോകൾ ഓരോ പാർട്ടിയുടെയും. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ മാനിഫെസ്റ്റോ ഇറക്കി, കോൺഗ്രസിൻ്റെ അതിനു മുമ്പ് രാഹുൽ ഗാന്ധി ഇറക്കി, അതിനു മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രിക അവരെ ഇറക്കി. പക്ഷേ രാജ്യത്തിൻ്റെ ഭാവിയെ വളരെ ഗൗരവത്തോട് കാണുന്ന ചില സാമ്പത്തിക ശാസ്ത്രജ്ഞര്, വളരെ വിദഗ്ധര്, എക്കണോമിക്സിൽ അത്രയും അംഗീകാരം നേടിയവർ പറയുന്ന കാര്യങ്ങൾ കൂടി നമ്മളിപ്പോൾ ശ്രദ്ധിക്കണം. ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്ന മുന്നറിയിപ്പ് അവർ നൽകുന്നു. അതിൽ ഏറ്റവും പ്രശസ്തരായ 2 പേർ, ഒന്ന് ഇന്ത്യയുടെ അഭിമാനമായ നൊബേൽ ജേതാവ് അമർത്യ സെൻ. വെൽഫെയർ എക്കണോമിക്സിനെ പറ്റി ഏറ്റവും ആഴത്തിൽ പഠിച്ച് കേരള മോഡൽ വരെ അവതരിപ്പിച്ച് അന്തർദേശീയ തലത്തിൽ, ദേശീയ തലത്തിൽ അംഗീകാരങ്ങൾ നേടി ശ്രദ്ധിക്കപ്പെട്ട ആളാണ് അമർത്യ സെൻ. കേരള മോഡലിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിൻ്റെ വികസനം എങ്ങനെയുണ്ടായി, എന്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ, വടക്കേ ഇന്ത്യയിൽ അത് ഉണ്ടാവുന്നില്ല. അപ്പം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും വളരെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ രാങ് ദ്രസും കൂടി ഒരു 4-5 പുസ്തകങ്ങൾ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. കോ ഓതേഴ്സ്, സഹരചയിതാക്കളായിട്ട്. എല്ലാ എക്കണോമിക്സ് സംബന്ധിച്ച വിഷയമാണ്. ഇന്ത്യ, ലോക സാമ്പത്തിക ക്രമം ഒക്കെ വെച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകമാണ് 2013 അമർത്യ സെന്നും രാങ് ദ്രസും കൂടെ ഒരുമിച്ച് എഴുതി പുറത്തിറക്കിയ ആൻ അൺസർട്ടൻ ഗ്ലോറി, ഇന്ത്യ ആൻഡ് ഇറ്റ്സ് കോൺട്രഡിക്ഷൻസ് എന്ന പുസ്തകം. ഈ പുസ്തകം ഇറങ്ങിയ ടൈമിംഗ് ആണ് വളരെ പ്രധാനം. അത് 2013 UPA 2 ഗവൺമെന്റ്, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന 2ാം ഗവൺമെന്റ്, മൻമോഹൻ സിംഗിന്റെ UPA 2 അധികാരമൊഴിഞ്ഞ് നരേന്ദ്രമോദിയും BJPയും അധികാരത്തിൽ വരുന്നതിന്റെ തൊട്ടു മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. ഇന്ത്യയുടെ ഭാവിയെ പറ്റി പോലും പ്രവചിക്കുന്ന ഒരു പുസ്തകം. അതിൻ്റെ ഇപ്പം ഞങ്ങളിത് പറയാൻ കാര്യം, ഇപ്പം ഇലക്ഷന് തൊട്ടുമുമ്പ് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഈ കോ ഓതർ അമർത്യ സെൻ അല്ല, രാങ് ദ്രസിന്റെ ഒരു കമന്റ് വന്നിട്ടുണ്ട്. കമന്റ് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയാണ്: BJPക്ക് മുൻതൂക്കമുണ്ട്, പക്ഷേ BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള പൊട്ടൻഷ്യൽസ് ഇവിടെ ഇഷ്ടം പോലുണ്ട്. അതിന് പ്രതിപക്ഷത്തിൻ്റെ ഐക്യവും പ്രതിപക്ഷവും തയ്യാറായാൽ മാത്രമേ നടക്കൂ. ഞങ്ങൾ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞ വിഷയമാണ് ഇത്. പൊളിറ്റിക്കലായിട്ട് ഇതിപ്പോൾ സാമ്പത്തിക ആംഗിളിലാണ് രാങ് ദ്രസ് പറയുന്നത്, അമർത്യ സെന്നിന്റെ കോതർ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു ഉപമയുണ്ട്, അരുന്ധതി റോയെ കൂട്ടി ചെയ്തിട്ട് അദ്ദേഹം പറയുന്ന ഒരു ഉപമയുണ്ട്. അത് വളരെ പ്രസക്തമാണ് ഈ ഇലക്ഷൻ്റെ ഈ തൊട്ടു മുമ്പുള്ള ഈ നിർണായക ദിവസങ്ങളിൽ. അതിൽ പറയുന്നത് 2019 ഇലക്ഷൻ, കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ, അത് എ ഫെറാറി ആൻഡ് എ ഫ്യൂ ബൈസിക്കിൾസ് തമ്മിലുള്ള ഒരു ഓട്ട മത്സരം. ഒരു ഫെറാറി വലിയ ലോകത്തെ ഏറ്റവും വില കൂടിയ ഒരു വാഹനവും 4 ചക്ര വാഹനവും കുറേ ബൈസിക്കിൾസുമായിട്ടുള്ളൊരു റേസ്. സ്വാഭാവികമായിട്ട് ബൈസിക്കിൾസ് പിന്നെ മറികടന്ന് ആര് പോവും? ഫെറാറി ഇങ്ങനെ പാഞ്ഞു പോകും. അതായിരുന്നു 2019 ഇലക്ഷൻ. BJPയുടെ തേരോട്ടം, നരേന്ദ്രമോദിയുടെ. അരുന്ധതിയെ കോട്ട് ചെയ്തിട്ട് രാങ് ദ്രസ് പറയുകയാണ്. വളരെ പ്രസക്തമാണ്. ഇനി ഇപ്പോഴത്തേത് അതിനെ ദ്രസിന്റെ കോട്ടാണ്. അരുന്ധതി റോയുടെ അത് വിട്ടിട്ട് ദ്രസ് പറയുകയാണ്. ടുഡേ 2024 ഈ ബൈസിക്കിൾസ് ഒക്കെ ആസ് എ ടീം, വർക്കിംഗ് ആസ് എ ടീം. 2019 ഈ ബൈസിക്കിൾസ് പല വഴിക്ക് പല രീതിയിലാണ് പോയത്. കോൺഗ്രസിന്റെ സൈക്കിൾ ഒരു വഴിക്ക് പോയി, ഇടതുപക്ഷ പാർട്ടികളുടെ സൈക്കിൾ വേറൊരു വഴിക്ക് പോയി, അഖിലേഷ് സിംഗ് യാദവിന്റെ UPയിലെ സൈക്കിൾ വേറൊരു വഴിക്ക് പോയി. ഈ പോയ വഴിക്ക് പല സൈക്കിളുകളുടെ ടയർ പഞ്ചറായി, അത് വഴിയിലായി, കാറ്റടിക്കാൻ പമ്പില്ലാത്ത അടുത്ത് പോയി കിടന്നു. അതായിരുന്നു 2019. പക്ഷെ ഇപ്പോ ദ്രസ് പറയുന്നതിന്റെ പ്രാധാന്യം എവിടെയാണ്? ഇപ്പോ ഈ സൈക്കിളുകൾ ഒരു ടീമായിട്ടാണ് പിന്നെ സവാരി. ഈ ഫെരാരിക്ക് ഒപ്പം, അല്ലെ ഫെരാരിയും ഈ സൈക്കിൾ റേസും തമ്മിലുള്ള ആ മത്സരത്തിന്റെ പോക്ക് ഇപ്പൊ ഒറ്റ ടീമായിട്ടാണ് പോകുന്നത്, പല വഴിക്കല്ല പോകുന്നത് രാജ്യത്ത്. പക്ഷേ ഈ ഒറ്റ ടീമായിട്ട് പോകുമ്പോഴും ദ്രസ് ചൂണ്ടിക്കാണിയുണ്ട്. അതിൽ ചില സൈക്കിളിന്റെ ടയർ പഞ്ചറാവും, വഴി കിടക്കും. ആയിക്കോട്ടെ, അത് ചില പ്രതിപക്ഷ പാർട്ടികൾ കൂടെ നിന്നിട്ട് കാലുവാരും. അരെ, ഞാൻ പേര് പറയുന്നില്ല, നല്ല ഉദാഹരണമാണിത്. നല്ല ഒരു ഇതിൽ കൂടുതൽ നമുക്കിത് വർണ്ണിക്കാൻ പറ്റത്തില്ല.
അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് കോട്ട് ചെയ്ത് പറയുന്നത്. ചില സൈക്കിളുകൾ പഞ്ചറാവാം, ഗുഡ് ഷേപ്പിലാവണമെന്നില്ല. അത് ഉപയോഗിക്കുന്ന വാക്ക് മേ ബി നോട്ട് ഇൻ ഗുഡ് ഷേപ്സ്, ബട്ട് ദാറ്റ് ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ്. ആ പോയിന്റാണ് നമ്മളിവിടെ കാണേണ്ടത്. ലോക്സഭ ഇലക്ഷൻ ഈ വെറും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഉപദേശം ദ്രസിന്റെ ലോകമറിയുന്ന ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ ഉപദേശം നമ്മൾ കേട്ടാൽ, നമ്മളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കേട്ടാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് വായിച്ചാൽ നന്നായിരിക്കും. അമർത്യ സെന്നും രാംദ്രസും കൂടെ എഴുതിയ പുസ്തകങ്ങളുടെ കാതൽ എന്താണ്? ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കോർപ്പറേറ്റ് വളർച്ച ആവാൻ പാടില്ല. അദാനി അംബാനിമാര് മാത്രം വളർന്നിട്ട് നമ്മുടെ രാജ്യത്തെ സ്വത്തിന്റെ 90%, 95% കുറെ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് പോയാൽ പോരാ. അദാനി അംബാനിമാരുടെ കയ്യിലേക്ക് പോയാൽ പോരാ. സാധാരണ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന, പ്രയോജനപ്പെടുന്ന ഓരോ സംസ്ഥാനത്തെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി, കേരളവും തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യയും ഉൾപ്പെടെ ഓരോ സംസ്ഥാനത്തെയും സാമ്പത്തിക യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഇൻക്ലൂസീവ് ഗ്രോത്ത്, സമൂഹത്തിന്റെ താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമഗ്ര വികസനം, അതാണ് അതിന്റെ ഒരു മലയാളം. ഇൻക്ലൂസീവ് പറഞ്ഞാൽ അദാനി അംബാനി കൊഴുത്തു വീർക്കലല്ല, സമ്പത്ത് കൂടുകയല്ല, ലോക കോടീശ്വരനാവുകയല്ല. അതോടൊപ്പം രാജ്യത്തെ ഓരോ പൗരനും ജീവിക്കാനുള്ള മാർഗം, തൊഴില്, അവന് നല്ല വസ്ത്രം ധരിക്കണം, അവന് നല്ല ഭക്ഷണം കഴിക്കണം, അവന്റെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയണം. സാധാരണക്കാരായ പാവങ്ങളായ ദരിദ്രരായ ആൾക്കാർക്ക്, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്, അല്ലെങ്കിൽ അതിസമ്പന്നരെ പോലെ ഞങ്ങൾക്കും ജീവിക്കണം ഈ രാജ്യത്ത്. അവർക്കെല്ലാം ഗുണപ്പെടുന്ന ഒരു ഇൻക്ലൂസീവ് എക്കണോമിക് പോളിസി, സാമ്പത്തിക നയം ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ വിഷയം അവതരിപ്പിക്കുന്നത്. അമർത്യ സെന്നും രാംദ്രസും അവതരിപ്പിക്കുന്നത്. മോദിയുടെ 10 കൊല്ലത്തെ ഭരണകാലത്ത് ഈ ഇൻക്ലൂസീവ് വല്ലതും ഉണ്ടായോ? എവിടെ പോയി ഇൻക്ലൂസീവ് ഗ്രോത്ത്? ഇതാണ് വലിയ ചോദ്യം. രാജ്യത്തിന് GDP വളരുന്നു. രാജ്യത്തിന്റെ GDP വളരുമ്പോഴും ലോക രാജ്യങ്ങളിൽ പട്ടിണിക്കാരുടെ എണ്ണം ഇന്ത്യയിൽ കുറയുകയല്ല, കൂടുകയാണ്. അതാണ് ഇതിന്റെ വൈരുദ്ധ്യം, കോൺട്രാഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ സമത്വമില്ലായ്മ, അല്ലെ ഈ വലിയ ഗ്യാപ്പ്, സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള ഈ വലിയ അന്തരം, സാമ്പത്തിക അന്തരത്തെ കുറച്ചു കൊണ്ടുവരാനാണ് ഒരു ഭരണകൂടത്തിന് നടപടികൾ എടുക്കേണ്ടത്. ഒരു ഗവൺമെന്റ്, മോദി ഗവൺമെന്റ് ആവട്ടെ, ഏതാവട്ടെ, ആ വഴിക്ക് ഈ 10 കൊല്ലത്തെ മോദി ഭരണത്തിൽ കാര്യമായ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ബുദ്ധിയുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കള് ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ രാജ്യത്തിന് കൊള്ളാം, നിങ്ങൾക്ക് കൊള്ളാമെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഗുണപ്പെടുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. നിങ്ങളൊരു പാഠവും പഠിക്കുന്നില്ല. 2019 വളരെ നിരാശാജനകമാണ് നിങ്ങളുടെ പെരുമാറ്റം. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഞങ്ങളല്ല, ഇവരൊക്കെ ചൂണ്ടിക്കാണിക്കുക.